പശ്ചിമേഷ്യയിലെ കരുത്തരായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനി എന്ന വൻമരം ചെരിഞ്ഞു. 3 പതിറ്റാണ്ടിൽ ഏറെ കാലം ഇറാനെ തന്റെ വിരൽ തുമ്പിൽ നിർത്തിയ അമേരിക്കയും ഇസ്രായേലിനും സിംഹ സ്വപ്നമായിരുന്ന ഖമേനിയുടെ അന്ത്യത്തോടെ ഇറാന്റെ ചരിത്രത്തിൽ ഒരു വലിയ അധ്യായം അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ അന്ത്യം ഒരു പുതിയ തുടക്കത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പിതാവിന്റെ പിൻഗാമിയായി മകൻ മുജ്തബ ഖമേനി ഇറാന്റെ പരമാധികാരത്തിലേക്ക് എത്തുമ്പോൾ ലോകം ചോദിക്കുന്നത് ഒന്നാണ്: ഇറാൻ ഇനി എങ്ങോട്ട്? വിപ്ലവത്തിലൂടെ വളർന്നു വന്ന ഒരു സാമ്രാജ്യത്തിന്റെ ഭാവി ഇനി ഈ പുതിയ നേതാവിന്റെ കൈകളിലാണ്. പശ്ചിമേഷ്യയിലെ കരുത്തരായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനി വെറുമൊരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ദശലക്ഷക്കണക്കിന് ആളുകളുടെ ആത്മീയ നേതാവായും അമേരിക്കയ്ക്കും ഇസ്രയേലിനും സിംഹ സ്വപ്നമായും നിലകൊള്ളുന്ന ഖമേനിയുടെ ജീവിതം നാടകീയമായ ഒരു സിനിമാ കഥയേക്കാൾ വിചിത്രമാണ്. ഒരു സാധാരണ പുരോഹിതനിൽ നിന്ന് ഇറാന്റെ സർവാധികാരിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയും 1939 ഇറാന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള വിശുദ്ധ നഗരമായ മഷാദിലാണ് അലി ഖമേനിയുടെ ജനനം. ഒരു ദരിദ്ര പശ്ചാത്തലമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 8 മക്കളിൽ രണ്ടാമനായി ജനിച്ച അലി തന്റെ പിതാവിനൊപ്പം ഒരു ഷിയ പുരോഹിതനാകാനാണ് ആഗ്രഹിച്ചത്. ഒരു കൊച്ചുമുറിയിൽ കഷ്ടപ്പാടുകൾക്കിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യം. എന്നാൽ ഖമേനിയുടെ കുടുംബ വേരുകൾ ചെന്നെത്തുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പരമ്പരയിലാണെന്ന് ചരിത്രരേഖകൾ അവകാശപ്പെടുന്നുണ്ട്. ഹസ്രത്ത് അലി ഫാത്തിമ ദമ്പതികളുടെ പുത്രനായ ഇമാം ഹുസൈന്റെ വംശ പരമ്പരയിലെ 38ാമത്തെ കണ്ണിയാണ് ഖമേനി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ഒരു പശ്ചാത്തലം അദ്ദേഹത്തിന് ഇസ്ലാമിക ലോകത്ത് വലിയ ആദരവ് നേടിക്കൊടുത്തു. ചെറുപ്പകാലത്ത് കവിതകളെ സ്നേഹിച്ച, രഹസ്യമായി സിഗരറ്റ് വലിച്ചിരുന്ന ഒരു യുവാവായിരുന്നു അലി ഖമേനി. ആമീൻ എന്ന തൂലിക നാമത്തിൽ അദ്ദേഹം കവിതകൾ എഴുതിയിരുന്നു. എന്നാൽ ഇറാനിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ അദ്ദേഹത്തെ പോരാട്ട വീതികളിലേക്ക് നയിച്ചു. അന്നത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് റസാ ഷാ പഹ്ലവിയുടെ പശ്ചാത്തല അനുകൂല നിലപാടുകൾക്കും ഏകാധിപത്യത്തിനുമെതിരെ ഉയർന്ന ശബ്ദങ്ങളിൽ ഖമേനിയും ഉണ്ടായിരുന്നു. തന്റെ ഗുരുവായ ആയത്തുള്ള ഖുമൈനിയുടെ അനുയായിയായി മാറിയ ഖമേനി ഷാ ഭരണകൂടത്തിനെതിരെ വിപ്ലവത്തിൽ സജീവമായി പങ്കെടുത്തു. ഇതിന്റെ പേരിൽ 60 തവണയാണ് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടത്. 1979 ഇസ്ലാമിക വിപ്ലവം ഇറാന്റെ ചരിത്രം മാറ്റിയെഴുതി. ഷാ പഹ്ലവി നാടുവിട്ടു, ഖുമൈനി അധികാരത്തിലെത്തി. വിപ്ലവത്തിന് ശേഷം ഖമേനി ഇറാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ പ്രധാനിയായി മാറി. 1981 അദ്ദേഹം ഒരു വധശ്രമത്തെ അതിജീവിച്ചു. ഒരു പത്രസമ്മേളനത്തിനിടെ ടേപ്പ് റെക്കോർഡറിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ചായിരുന്നു ആക്രമണം. ഈ അപകടത്തിൽ ഖമേനിയുടെ വലതുകൈ തളർന്നുപോയി. അദ്ദേഹത്തിന്റെ സംസാരശേഷിയും അത് ബാധിച്ചു. ഈ ഒരു രക്തസാക്ഷിത്വ പരിവേഷം ഇറാനിലെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചു. തുടർന്ന് അദ്ദേഹം ഇറാന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1981 മുതൽ 1989 വരെ അദ്ദേഹം ഇറാന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. ഈ കാലഘട്ടം ഇറാന് വളരെ കഠിനമായിരുന്നു. സദാം ഹുസൈന്റെ നേതൃത്വത്തിലുള്ള ഇറാഖുമായി 8 വർഷം നീണ്ട അതിഭീകരമായ യുദ്ധം നടക്കുന്നത് ഖമേനി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. 1989 ആയത്തുള്ള ഖുമൈനിയുടെ മരണശേഷം ഖമേനി ഇറാന്റെ 2ാമത്തെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. താൻ അത്ര വലിയൊരു പണ്ഡിതനല്ല എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ഭരണഘടനാ ഭേദഗതിയിലൂടെ അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് അവരോധിക്കുകയായിരുന്നു ചെയ്തത്. കഴിഞ്ഞ 36 വർഷത്തിൽ ഏറെയായി അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നിരുന്നു. ഖമേനിയുടെ ഭരണകാലത്ത് ഇറാന്റെ വിദേശ നയം അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായുള്ള കടുത്ത നിലപാടുകളിൽ ഒന്നായിരുന്നു. അമേരിക്കയെ വലിയ പിശാചെന്നും ഇസ്രായേലിനെ ചെറിയ പിശാചെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ തന്റെ സ്വാധീനം ഉറപ്പിക്കാൻ ഹസ്ബുള്ള, ഹമാസ്, ഹൂതികൾ തുടങ്ങിയ ഗ്രൂപ്പുകളെ അദ്ദേഹം പിന്തുണച്ചു. ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്ന തന്റെ പ്രഖ്യാപിത ലക്ഷ്യമായി അദ്ദേഹം മാറ്റി. അതേസമയം തന്നെ ഇറാന്റെ ആണവ പദ്ധതികളുമായി അദ്ദേഹം മുന്നോട്ടു. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഉപരോധങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കും കാരണമായി. അതേസമയം രാജ്യത്തിനുള്ളിൽ ഖമേനി ഒരു ഏകാധിപതിയായാണ് അറിയപ്പെടുന്നത്. 2009 തെരഞ്ഞെടുപ്പ് അഴിമതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും 2022 ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ മഹ്സ അമിനി എന്ന പെൺകുട്ടി കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളും ഖമേനി തന്റെ സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തി.
ആയിരക്കണക്കിന് ആളുകളാണ് ഈ പോരാട്ടങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഖമേനിയുടെ സ്വന്തം കുടുംബത്തിൽ പോലും അദ്ദേഹത്തിന് എതിർപ്പുകളുണ്ട്. സഹോദരി ബദ്രി ഖമേനി അദ്ദേഹത്തിന്റെ ഭരണത്തെ പരസ്യമായി വിമർശിക്കുകയും ജനകീയ പ്രക്ഷോഭങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇറാൻ നേരിടുന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. ഇസ്രയേലുമായി ഉണ്ടായ നേരിട്ടുള്ള സംഘർഷങ്ങൾ ഖമേനിയെ ശാരീരികമായും മാനസികമായും തളർത്തിയിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ തകർക്കുകയും ഖമേനിക്ക് രഹസ്യ ബങ്കറുകളിൽ അഭയം തേടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഒടുവിൽ ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇറാന്റെ ആ വൻമരം വീണിരിക്കുന്നു എന്ന വാർത്തയാണ്. ഖമേനിയുടെ മരണം ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചപ്പോൾ പശ്ചിമേഷ്യയിലെ ഒരു വലിയ രാഷ്ട്രീയ സമവാക്യമാണ് ഇല്ലാതായത്. പരമോന്നത നേതാവ് അലി ഖമേനിയുടെ മരണത്തിന് പിന്നാലുണ്ടായ ഇറാൻ നേതൃത്വത്തിലെ വിടവ് ആര് നികത്തും? ആരാകും ഇറാനെ നയിക്കാൻ ഇനി എത്തുക? ഇസ്രായേൽ ആക്രമണങ്ങൾ ഇറാന്റെ നിർണായക സൈനിക സർക്കാർ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നത് തുടരുമ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണിവ. ഖമേനിയുടെ മരണത്തിന് പിന്നാലെ ഇറാന്റെ പരമോന്നത പീഠത്തിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനിയാണ്. വർഷങ്ങളായി പിതാവിന്റെ നിഴലായി പ്രവർത്തിച്ചിരുന്ന മുജ്തബ ഇറാന്റെ അധികാര കേന്ദ്രങ്ങളിൽ നേരത്തെ തന്നെ സ്വാധീനം ഉറപ്പിച്ചിരുന്നു. ഒരു ജനാധിപത്യപരമായ കൈമാറ്റമല്ല, മറിച്ച് ഒരു പിന്തുടർച്ചാവകാശ രീതിയിലാണ് മുജ്തബ അധികാരം ഏൽക്കുന്നത്. സൈന്യത്തിന്റെയും റവല്യൂഷണറി ഗാർഡ്സിന്റെയും പൂർണ്ണ പിന്തുണ മുജ്തബയ്ക്കുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തന്റെ പിതാവിനേക്കാൾ കടുത്ത നിലപാടുകാരനാണോ അതോ ലോകരാജ്യങ്ങളുമായി ഒത്തുതീർപ്പിന് തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ ഒരു പുതിയ ദിശ തേടുകയാണ്. ഒരു വശത്ത് തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയും മറുഭാഗത്ത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കടുത്ത ഭീഷണികളും. ജനങ്ങൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരം പുകയുമ്പോൾ മുജ്തബയ്ക്ക് അധികാരം നിലനിർത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരിക്കും. ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവ് ഇറാനെതിരെയുള്ള നീക്കങ്ങൾ ശക്തമാക്കാനും സാധ്യതയുണ്ട്. ഖമേനിയുടെ മരണം ഇറാന്റെ രാഷ്ട്രീയത്തിൽ ഒരു ശൂന്യത സൃഷ്ടിക്കുമോ അതോ മുജ്തബിലൂടെ ഇറാൻ കൂടുതൽ കരുത്താർജിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ആയത്തുള്ള അലി ഖമേനി ചരിത്രം അദ്ദേഹത്തെ എങ്ങനെ രേഖപ്പെടുത്തും? ഒരു വിപ്ലവകാരിയായിട്ടോ അതോ തന്റെ ജനതയെ പട്ടിണിയിലേക്കും യുദ്ധത്തിലേക്കും നയിച്ച ഏകാധിപതിയായിട്ടോ? എന്തായാലും പശ്ചിമേഷ്യയുടെ ചരിത്രത്തിൽ ഖമേനിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വായന അസാധ്യമാണ്. പിതാവ് ബാക്കി വെച്ചുപോയ പാരമ്പര്യവും ശത്രുതയും വെല്ലുവിളികളും ഇനി മുജ്തബയുടെ ചുമലിലാണ്. ഇറാന്റെ മണ്ണിൽ ഇനി പുതിയ വിപ്ലവങ്ങൾ ജനിക്കുമോ അതോ യുദ്ധത്തിന്റെ കനലുകൾ ആളിക്കത്തുമോ? ലോകം ഉറ്റുനോക്കുകയാണ്.